നജീമിന് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ഈ പഴയ പാട്ടുകൾ കേട്ടിട്ടാണ്. ഇപ്പോൾ ഫീമെയിൽ സിംഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് തൊണ്ടയൊക്കെ വഴങ്ങണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെ ഒക്കെ പാട്ടുകളാണ്. ചിത്രചേച്ചിയൊക്കെ പാടി വെച്ചിട്ടുള്ള അപാരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അതൊക്കെ പാടാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ തൊണ്ടയ്ക്ക് ശരിക്കും ഒരു എക്സസൈസ് പോലെയാണ് ആ പാട്ടുകളൊക്കെ. അപ്പം അതേപോലെ നജീമിന് മനസ്സിനോട് അടുപ്പമുള്ള പഴയ പാട്ടുകളെ കുറിച്ച് നജീമിൻ്റെ ഒരു കാഴ്ചപ്പാട്. പഴയ പാട്ട് എന്നും ഈ പറഞ്ഞ പോലെ എവർഗ്രീൻ ആണ് നമ്മുടെ മനസ്സിൽ, റീപ്ലേസ് ചെയ്യാനൊന്നും വരില്ല. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളൊരു വോയിസാണ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ വോയിസ്. അത് ഈ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ശബ്ദമാണ്. നജീമിൻ്റെ ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ നജീമിന് ഒരു കമ്പോസേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു കമ്പോസർ, യെസ്റ്റർ ഇയറിലുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള കമ്പോസേഴ്സിൽ നജീമിൻ്റെ മനസ്സിനോട് അടുപ്പമുള്ള ഒരു പേര് ഉണ്ടോ? എനിക്ക് ബാബുരാജ് മാഷിൻ്റെ ഒക്കെ പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബാബുരാജ് മാഷിൻ്റെ പാട്ടുകൾക്ക് ഒരു നിഷ്കളങ്കതയുണ്ട്. അതേപോലെ പല പാട്ടുകളിലും ഒരു വേദനയുണ്ടല്ലോ. വേദനയുണ്ട്. വളരെ സിമ്പിളാണ്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. അതുപോലെ നമ്മുടെ നൗഷാദ് സാറ് മ്യൂസിക് ഡയറക്ടർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം അതൊക്കെ എപ്പോൾ കേട്ടാലും നമ്മുടെ മനസ്സിൽ എന്താ പറയണ്ട, നമുക്ക് മലയാളത്തിനൊരു വലിയൊരു ലക്കായിരുന്നു ശരിക്കും. മലയാളത്തിലേക്ക് നൗഷാദ് സാഹിബിൻ്റെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ടുവന്ന് കമ്പോസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അന്നൊരു ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അത്, അല്ലേ? ധ്വനിയിലൊരു പാട്ട് നജീം പ്ലീസ്, കേൾക്കാനൊരാഗ്രഹം. അനുരാഗലോലഗാത്രി വരവായി നീല രാത്രി, അനുരാഗലോലഗാത്രി വരവായി നീല രാത്രി, നിനവിൻ മരന്ത ചഷരം, നിനവിൻ നെഞ്ചിൽ പതഞ്ഞ രാത്രി, അനുരാഗലോലഗാത്രി വരവായി നീല രാത്രി. താങ്ക് യു നജീം. താങ്ക് യു. ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവസാനം നജീമിന് അഹങ്കാരമായി പോകുന്നൊരു ഡൗട്ട്. സിൻസിയറായിട്ട് പറയണം നജീം, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നൗഷാദ് സാഹിബിന്റെ അത്ര ഈ പാട്ട് ഇതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ ഉണ്ട്, റഫി സാബ് പാടിയിട്ടുള്ള ഇസ്രാത് കോ എന്ന് പറഞ്ഞിട്ട്. അതും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാനായിട്ട്. അതാണ് ലാംഗ്വേജ് മാറുമ്പോഴും ആ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി ഒട്ടും മാറുന്നില്ല എന്നുള്ളതാണ്. അതാ ആ ഒരു കോമ്പോസിഷന്റെ ഗ്രേറ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അവരുടെ പാട്ടിലൂടെ എപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. ആക്ച്വലി ഇമ്മോർട്ടൽ എന്നൊക്കെ പറയുന്നത് അതാ, ഒരിക്കലും മരണമില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും സംഗീതം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലൊക്കെ ഇവരൊക്കെ എന്നും ജീവിച്ചിരിക്കും, അല്ലേ?